ഹലോ ഗൈസ്, ഇന്നത്തെ റിവ്യൂ കുറച്ച് അടിപൊളി വെജ് ആൻഡ് നോൺ വെജ് അച്ചാറുകളാണ് ഫ്രം ഇല്ലൂസ്. ഒരു 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അച്ചാറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇല്ലൂസിൻ്റെ ടാഗ് ലൈൻ തീരദേശത്തിൻ്റെ തനത് രുചി എന്നാണ്. അതായത് കൂടുതൽ തീരദേശത്ത് കിട്ടുന്ന നമ്മുടെ മത്സ്യം, അതായത് ഫിഷ് അച്ചാറുകളാണ് ഇല്ലൂസിൻ്റെ സ്പെഷ്യാലിറ്റി. എന്ന് വെച്ചിട്ട് വെജ് ചെയ്യില്ല എന്നല്ല, എല്ലാം ചെയ്യും. പക്ഷേ ആളുടെ സ്പെഷ്യാലിറ്റി മത്സ്യം ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, തീരദേശത്തെ അച്ചാറുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യത്തെ അച്ചാറാണ് കേര അച്ചാർ, കേരമീൻ. ആഹാ, ഞാനൊന്ന് വയ്ക്കും. ഇതുണ്ടോ, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസസാണ്, ഒരുപാട് എണ്ണയൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ പീസ് കഴിച്ച് നോക്കാം. നമ്മുടെ കേര അച്ചാറാണ്. നല്ല പഞ്ചു, നല്ല എരിവുണ്ട്. അപ്പോൾ കേര അച്ചാർ. കരിമീൻ അച്ചാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കരിമീൻ, ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ അച്ചാർ കഴിക്കാൻ പോകുന്നത്. എൻ്റെ വായിൽ വെള്ളം വരും. അപ്പോൾ നമുക്ക് കരിമീൻ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കരിമീനൊക്കെ അച്ചാർ ഇടും ആൾക്കാർ, ഇടുമായിരിക്കും അല്ലേ? ഇതുണ്ട്, ഇതാണ് കരിമീൻ അച്ചാർ. കഴിച്ചു നോക്കട്ടെ. ഡിഫറെൻറ്റ്. നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫിഷിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കരിമീൻ അച്ചാർ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയുടെ അടുത്തുനിന്ന് കരിമീൻ അച്ചാർ. അടുത്തത് എന്താ നോക്കട്ടെ. അടുത്തത് സ്രാവ്. ഞാൻ പറഞ്ഞില്ലേ, തീരദേശം കംപ്ലീറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ്. ഓരോ അച്ചാർ തുറക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ സ്രാവ് അച്ചാർ കാണുന്നുണ്ടോ? നല്ല വലിപ്പമുള്ള പീസസാണ്, ഒരുപാട് ഇങ്ങനെ എണ്ണയൊന്നും നിൽക്കാതെ. ഇത് സ്രാവ് അച്ചാർ. മക്കളെ, വീട്ടിൽ ചോറ് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലൊരു അച്ചാർ വാങ്ങി വെച്ചാൽ മതി. കിൻഡിൽ കണക്കിൽ നിങ്ങൾ ചോറ് കഴിക്കും. സൂപ്പർ. ഇല്ലൂസ് നോൺ വെജ് മാത്രമൊന്നുമല്ല കേട്ടോ, നല്ല വെജ് അച്ചാർസും ഇല്ലൂസ് ചെയ്യും. ഇത് മാങ്ങ കാന്താരി അച്ചാർ. ടെൻഷടാങ്, വെറൈറ്റി അല്ലേ? മാങ്ങ കാന്താരി അച്ചാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കഴിക്കണ്ട. ഇതൊക്കെ മണത്താൽ മതി, മണത്താൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കാന്താരി മുളക് നോക്കി, കാന്താരിയും മാങ്ങയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ. വായന്ന് ഇങ്ങനെ വെള്ളം അത് ഞാനിങ്ങനെ ഇറക്കി. അപ്പോൾ കാന്താരി ആൻഡ് മാങ്ങ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ പൊന്നോ, സൂപ്പർബ്. അടിപൊളി. ഇത് പൊള്ളിയാണ് കേട്ടോ. മാങ്ങ കാന്താരി മസ്റ്റ് ട്രൈ ആണ്. ആ മാങ്ങയുടെ പുളിയും ആ കാന്താരിയുടെ എരിവും കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. കഞ്ഞിക്കൊക്കെ ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. മാങ്ങ കാന്താരി അച്ചാർ. ഇത് ഇവളുടെ മാസ്റ്റർ പീസാണ്. ഈ ശതാവരി അച്ചാർ ഞാൻ മുമ്പ് ഒരിക്കൽ റിവ്യൂ ഇട്ടേക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് ഇത് ശതാവരി അത്ര കോമൺ അല്ലാത്തൊരു സംഭവമാണ്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടേസ്റ്റാണ്. ശതാവരി അച്ചാർ എന്തായാലും ഇല്ലൂസിൻ്റെ മസ്റ്റ് ട്രൈ പ്രോഡക്റ്റാണ്. അവളുടെ ട്രേഡ് മാർക്ക് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു അച്ചാറാണ് ഇത്. ശതാവരിയാണെന്ന് പറഞ്ഞു തരാതെ നിങ്ങൾക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല ഇത് ശതാവരിയാണെന്ന്. അപ്പോൾ ഈ അച്ചാറുകളെല്ലാം നിരത്തിപ്പിടിച്ച് നിങ്ങളെ കാണിച്ച് എന്തിനാണെന്നറിയോ? നമ്മുടെ തൃശ്ശൂർ ശ്രീശങ്കര ഹാളിൽ നടക്കുന്ന QBGയുടെ 10ാമത്തെ എക്സിബിഷൻ ഏപ്രിൽ 5, 6 തീയതികളിൽ നമ്മുടെ രസീത്ത ഇല്ലൂസ് പിക്കിൾസുമായിട്ട് അവിടെ സ്റ്റോൾ എടുത്തിട്ടുണ്ട്. ശ്രീശങ്കര ഹാള് ഒരു ബ്രാഹ്മണർ മഠമാണ്. അവിടെ നമുക്ക് വെജിറ്റേറിയൻ സംഭവങ്ങൾ മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ലൂസ് അന്ന് ഓൺലി വെജിറ്റേറിയൻ അച്ചാറുകൾ മാത്രമായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ. നിങ്ങൾ അവിടെ വന്നിട്ട് ഇല്ലൂസിൻ്റെ വെജ് അച്ചാർസിനോടൊപ്പം തന്നെ നിങ്ങൾ നോൺ വെജ് അച്ചാർസ്, അതായത് തീരദേശത്തിൻ്റെ തനത് രുചിയാണല്ലോ ആളുടെ സ്പെഷ്യാലിറ്റി.
എന്നിങ്ങനെ വെള്ളം വരും. അപ്പം അത് അവിടെ വെച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ വിഷു വരെ ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പം മറക്കണ്ട, നമ്മുടെ ശ്രീശങ്കര ഹാൾ ഏപ്രിൽ 5, 6 തീയതികളിൽ നമ്മുടെ ഇല്ലൂസിൻ്റെ അച്ചാർ നേരിട്ട് വന്ന് നിങ്ങൾക്ക് വാങ്ങാം. അവിടെ വെജ് അച്ചാർസ് മാത്രമേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ വെച്ച് നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ വിഷു വരെ ഫ്രീ ഷിപ്പിങ്ങോടുകൂടി ഇല്ലൂസ് നിങ്ങൾക്ക് എല്ലാ അച്ചാറുകളും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തൃശ്ശൂർ എക്സിബിഷന് വരിക, അവിടെയുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് നമ്മുടെ ഇല്ലൂസ് പിക്കിൾസ്. അപ്പോൾ മറക്കണ്ട, ശതാവരി അച്ചാർ, മാങ്ങ കാന്താരി ഒക്കെ അവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.